9-ാം തീയതി ഞായറാഴ്ചക്കിഴമ തിക്കച്ച പിള്ളകളുടെ സഹായത്തോടെ സംഗീതം 10-14. ഹോസ്പിറ്റൽ റുപ്പി സ്കൈ പാലസ് എന്നൊരു ഹോട്ടലുണ്ട്. റുപ്പി സ്കൈ പാലസ് ഇവിടുത്തെ. കുറച്ചുകൂടെ വരുമ്പോൾ ഇവിടെ ഒരു രാജരാജേശ്വരി ടവർ റൂംസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കരിയർ ഗൈഡൻസ് സെൻറ്റർ, ഡിസ്ട്രിക്ട് എംപ്ലോയ്മെൻറ്റ് ആൻഡ് കരിയർ ഗൈഡൻസ് സെൻ്ററാണ് കാണുന്നത്. കല്യാണം അങ്ങോട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. സൂര്യോദയം ഇത് കണ്ടോ, ഇഷ്ടംപോലെ പന്നികളുടെ കൂട്ടമാണ് പോകുന്നത് കണ്ടോ. ആണ് അമ്മ പാർക്ക്. നമ്മുടെ അവിടെ നിന്നൊരു ഫായ്സ് റെസിഡൻസിയിൽ നിന്നൊരു 1.5 കിലോമീറ്റർ വന്ന് കാണും. അമ്മ പാർക്ക്. ആൾക്കാർ നടക്കുന്നൊക്കെ ഉണ്ട് ഇതിനകത്ത്. എൻട്രി ഫീ ഒക്കെ ഉണ്ട്. പാർക്ക് ഒന്ന് കണ്ടു കളയാം. 5 രൂപയേ ഉള്ളൂ ഇവിടെ എൻട്രി ഫീ. ഇവിടെ ആൾക്കാർ നടക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പാർക്കാണ് കൂടുതലായിട്ടും. പിന്നെ കുറച്ച് ഊഞ്ഞാൽ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തതാണെന്ന് തോന്നുന്നു പാർക്ക്. ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇതിൽ. വിശാലമായ ഏരിയയാണ്. ഒരുപാട് വേപ്പ് മരങ്ങളൊക്കെ നിൽപ്പുണ്ട് ഇവിടെ. ഇരിക്കാനൊക്കെ ബെഞ്ചുകളൊക്കെ ഉണ്ട്. ഇത് ABC ഗ്രാൻഡ് ഇൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ്. റൂംസ് ഒക്കെ കിട്ടും. ഇത് രാമേശ്വരത്തിന് പോകുന്ന വഴിയാണ്. ചേട്ടാ ഇത് എന്നെ എഴുതിയിരിക്കുക. ഓ ഇവിടുത്തെ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടോ? ഇത് രസമാണ്. രാമേശ്വരത്തിനൊക്കെ പോകുന്ന ബസ്സാണ് ഇത്. SCTCയുടെ ബസ്സാണ് പോകുന്നത്. അങ്ങോട്ടാണ് രാമേശ്വരത്തിന് പോകുന്ന വഴി. ഇവിടെ
ഒരു രാസി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ഇവിടെ ജിയോയുടെ ഒരു സ്മാർട്ട് ബസ്സാറൊക്കെ ഉണ്ട്. കേട്ടോ, ഇപ്പം തുറന്നിട്ടില്ല, രാവിലെ. പുളിമരമാണ് തമിഴ്നാട്ടിലെ ഒരു മുഖ്യ ആകർഷണം. ആവിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്നൊരു ചായ കുടിക്കാം. അവിടെ നിന്ന് നമ്മൾ ചായ കുടിച്ചു. പിന്നെ തിരികെ ഹോട്ടലിലോട്ട് പോവാണ്. ഇവിടുത്തെ ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് അവിടെ വണ്ടി. കണ്ടോ, ആ കാണുന്ന ആ പുള്ളിക്കാരൻ ഓടിക്കുന്ന വണ്ടി കണ്ടല്ലേ, അതിങ്ങനെ അതിൽ പോയി സ്റ്റാഫ് പോയി വേസ്റ്റ് എടുത്ത് കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടെ ABC ഗ്രാൻഡിൻ്റെ അടുക്കളായിട്ട് ABCയുടെ ഒരു മഹലുണ്ട്. അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. ആണ് ABC ഗ്രാൻഡിൻ. ഇതാണ് നമ്മൾ അമ്മ പാർക്കിലേക്ക് പോയ ആ വഴി. ഇത് രാമേശ്വരത്തിന് പോകുന്ന വഴിയാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ രാജരാജേശ്വരി ടവർ. ഇവിടെ അനീഫ ബിരിയാണി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് രാമേശ്വരത്തിന് പോകുന്ന വഴിയാണ്. ഇതാണ് ഹോട്ടൽ റുപ്പി സ്കൈ പാലസ്. ഭീമാസ് കഫേ ആൻഡ് റെസ്റ്റോ. വെജിറ്റേറിയൻ ആണ്. സൂര്യൻ കണ്ട ഉദിച്ച് അങ്ങ് പൊങ്ങി. വൈസ്രോയി ഭീമാസ് നളഭാഗം ഹോട്ടൽ വെജിറ്റേറിയൻ. പിന്നെ വൈസ്രോയി റെസിഡൻസ് മാൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലൊക്കെ ഉണ്ട്. നിറയെ പാർക്കിംഗ് ഒക്കെ ഉള്ളൊരു ഹോട്ടലാണ്. ആ വൈസ്രോയി അതിന് തൊട്ടടുക്കലായിട്ട് ഹാജിയാർ റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. പുതിയതാണെന്ന് തോന്നുന്നു. പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഭീമാസ് ഇപ്പുറത്ത് ഹാജിയാർ റെസിഡൻസി. ഇതൊക്കെ നമ്മുടെ ആ ജംഗ്ഷനിൽ നിന്ന്, നമ്മുടെ ഫായ്സ് റെസിഡൻസിയുടെ ആ ജംഗ്ഷനിൽ നിന്ന് തൊട്ടടുക്കൽ തന്നെയാണ്. ആലിസ് ബിരിയാണി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഇവിടെ ഉണ്ട്. ആലിസ് ബിരിയാണി. ബസ് സ്റ്റോപ്പുകളെല്ലാം ഇവിടുത്തെ അടിപൊളിയാണ്. ഇവിടെ ഈസി ബൈയുടെ ഒരു ഷോപ്പുണ്ട്. ഈസി ബൈയുടെ ഷോപ്പാണ്. ഇവിടുത്തെ മറ്റൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടോ, അടിപൊളി സ്റ്റോപ്പാണ്. ഇവിടെയും കല്യാണം നടക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ആ ഫായ്സ് റെസിഡൻസിയിലെ അടുക്കലുള്ള ആ ജംഗ്ഷന് ഉണ്ട്. ഇവിടെ മാർക്കറ്റ് ഒക്കെ ഉണ്ട്, കടകൾ ധാരാളം. ആ ജംഗ്ഷൻ്റെ കുറച്ചുകൂടി കാഴ്ചകളാണിത്. ഇവിടെ തന്നെ ബെസ്റ്റ് മമ്മി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഷോപ്പുണ്ട്. സ്വീറ്റ്സ് ആൻഡ് കുക്കീസ്, ഇറച്ചിയൊക്കെ വിൽക്കുന്ന കടകളാണ്. അവിടെ ഒരു ചർച്ചുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ രാവിലെ ആ അലാമൊക്കെ കേട്ടത്, മണിയടി ശബ്ദമൊക്കെ കേട്ടത്. ഇവിടത്തെ നമ്മുടെ ജംഗ്ഷനിൽ ഫായ്സ് റെസിഡൻസിയുടെ ജംഗ്ഷൻ്റെ അടുക്കലായി തന്നെ നമുക്ക് ഒരു ഐശ്വര്യ കിങ്സ് ഇൻ ഹോട്ടലൊക്കെ കാണാം.
അടുത്തായിട്ടൊരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. അതിനടുത്തൊരു ചെറിയ കുഞ്ഞ് പാർക്കൊക്കെ ഉണ്ട്. ബസ്സൊക്കെ ഇവിടെ നിർത്തി ഈ ഫൈവ് റെസിഡൻസിയുടെ ജംഗ്ഷൻ. ഇവിടെ വേറെയും ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. കുറേ ഹോട്ടൽ. ഇത് ഭാരതി നഗർ എന്നാണ് ഇതിൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ പേര്. ഇവിടെ കണ്ടോ ഫൈവ് റെസിഡൻസിയുടെ ഒരു പരസ്യമൊക്കെ കാണാം നമുക്ക്. ഇതിൻ്റെ പാർക്കാണിത്. നമ്മളിപ്പോൾ കണ്ടില്ലേ ആ പാർക്ക്. ചെറിയൊരു പാർക്ക് അത്രയേ ഉള്ളൂ.